എങ്ങനെയാണ് ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക? നമ്മുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീട് സ്വന്തമാക്കാനായിട്ട് സാധിക്കും, കാറ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും, വസ്ത്രങ്ങളും ഓർണമെന്റ്സ് എല്ലാം സ്വന്തമാക്കാനായിട്ട് സാധിക്കും അല്ലെ? എന്നാൽ ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും? ഈ ഒരു പണം ഭഗവാന്റെ മുന്നിൽ നിർത്തിയിട്ട് ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുമോ? ഒരുപാട് പൂജാദ്രവ്യങ്ങൾ നിർത്തിയിട്ട് ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുമോ? ഒന്നും വേണ്ട. ഒരുപാട് വഴിപാട് വസ്തുക്കൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും? ഇല്ല അല്ലെ? അവിടെ നമ്മൾ തോറ്റുപോകും. കാരണം ഭഗവാന്റെ മുന്നില് പണത്തിന് വാല്യൂ ഇല്ല, സീറോ വാല്യൂ ആണ്. അവിടെ നമ്മൾ തോറ്റുപോകും. പിന്നെ എങ്ങനെയാണ് ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക? അതിനെ ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഭാഗവത പുരാണത്തിൽ. ഭാഗവത പുരാണം എന്നുള്ളത് ഭഗവാൻ തന്നെ ഭാഗവത പുരാണമായി മാറിയെന്നാ പറയപ്പെടുന്നത്. അതിൽ ഉദ്ധവർക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയുള്ള ആളുകൾക്കാണ് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുക. ഭഗവാനെ ഭക്തിപൂർവ്വം സ്മരിക്കുന്നവരും ഭഗവാന്റെ പ്രിയ ഭക്തരാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിപൂർവ്വം സ്മരിക്കുന്നവരും ഭക്തിപൂർവ്വം സ്മരിക്കുന്നവരും ഭക്തിപൂർവ്വം കേൾക്കുന്നവരും എൻ്റെ പ്രിയ ഭക്തരാണ്. അപ്പൊ സ്മരിക്കുന്നവരും മാത്രമല്ല, കേൾക്കുന്നവരും ഭഗവാന്റെ പ്രിയ ഭക്തരാണ്. പിന്നെന്താണ് ഭഗവാൻ പറയുന്നത്? സർവമന്ത്രങ്ങളെക്കാളും മറ്റു തീർത്ഥങ്ങളെക്കാളും മറ്റു പൂജകളെക്കാളും എനിക്ക് ശ്രേഷ്ഠമായത് എന്നോടുള്ള അചഞ്ചലമായ ഭക്തി തന്നെയാണ്. അപ്പോൾ ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ചിട്ടോ ഒരുപാട് പൂജകൾ നടത്തിയിട്ടോ ഒരുപാട് തീർത്ഥങ്ങൾ ഭഗവാനെ സമർപ്പിച്ചിട്ടോ ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല. നിറഞ്ഞ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കൂ. ഭക്തി മാർഗത്തിലൂടെയാണ് ഭഗവാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ കാലദോഷങ്ങൾ പോലും മാറിപ്പോകുമെന്നുള്ളതാണ്. കാലദോഷങ്ങളെ പോലും മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണ് ഭക്തി. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.